give them that funk like serving that dope right after that drunk like running up, fucking up. ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒറ്റപ്പെട്ട പ്രണയം അഥവാ വൺ സൈഡ് ലവ്. ഒരാളോട് മാത്രം തോന്നുന്ന, ഒരിക്കലും പങ്കുവെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പങ്കുവെക്കാൻ ഭയക്കുന്ന പ്രണയം. ആ പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റുള്ളവരെ പോലെ ആർപ്പുവിളികളോ ആഘോഷങ്ങളോ ഉള്ളതല്ല. മറിച്ച് രാത്രികളിൽ തനിച്ചിരിക്കുമ്പോൾ മാത്രം നമ്മളോട് സംസാരിക്കുന്ന, ഉള്ളിൽ പതുക്കെ നീറുന്ന ഒരു മൗനമാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾ ഒരു പക്ഷേ അടുത്ത് തന്നെ ഉണ്ടാകാം, നമ്മളോട് സംസാരിക്കുന്നുമുണ്ടാകാം, ചിരിക്കുന്നുമുണ്ടാകാം. നമ്മുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഈ പ്രണയം അവർ അറിയുന്നില്ല. അല്ലെങ്കിൽ അവരറിഞ്ഞാൽ ഈ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ നമ്മളത് ഉള്ളിലൊതുക്കുന്നു. ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് നൽകുന്ന കരുതൽ, ഇതൊന്നും ഒരിക്കലും അവർക്ക് മനസ്സിലാകില്ല എന്നതാണ്. അവർ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നിർബന്ധരായി പുഞ്ചിരിക്കേണ്ടി വരുന്ന നിമിഷമുണ്ടല്ലോ, അവിടെയാണ് ഒറ്റപ്പെട്ട പ്രണയം ഏറ്റവും തീവ്രമായി നമ്മളെ വേണ്ടയാവുന്നത്. പക്ഷേ ഈ ഒറ്റപ്പെടലിനും ഒരു ഭംഗിയുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. ജനകയൊന്നും ആഗ്രഹിക്കാതെ അവർ സന്തോഷമായിരിക്കുന്നത് ആനന്ദം കണ്ടെത്തുന്ന ഒരു അവസ്ഥ. അത് നമ്മളെ കൂടുതൽ പക്വതയുള്ളവരാക്കുന്നു, ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. ചില പ്രണയങ്ങൾ അവസാനിക്കുമ്പോഴല്ല, മറിച്ച് പങ്കുവെക്കപ്പെടാതെ ജീവിക്കുമ്പോഴാണ് കൂടുതൽ മനോഹരം. എൻ്റെ ലൈഫിൽ പഠിച്ച പാഠമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പ്രണയിക്കുക എന്നാൽ ഒരാളെ സ്വന്തമാക്കുക എന്നതല്ല, മറിച്ച് ഒരാളെ അത്രമേൽ അടുത്ത് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന തിരിച്ചറിവാണ്. നമ്മൾ മാത്രം അറിയുന്ന ഈ പ്രണയത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല, മറിച്ച് കാലം ചെല്ലുന്തോറും കൂടുതൽ പക്വതയാർന്ന ഒന്നായി നമ്മളിൽ തന്നെ അലിഞ്ഞു ചേരുന്നു. വേദനയാണെന്ന് തോന്നുമ്പോഴും ഉള്ളിനുള്ളിൽ അതൊരു വലിയ സന്തോഷമായി അവശേഷിക്കുന്നു. ചില പ്രണയങ്ങൾ അവസാനിക്കുമ്പോഴല്ല, മറിച്ച് പങ്കുവെക്കപ്പെടാതെ മൗനമായി സൂക്ഷിക്കുമ്പോഴാണ് കൂടുതൽ മനോഹരമാവുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് ഈ പ്രണയത്തിൻ്റെ വിജയവും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പറയാതെ പോയ അത്തരം പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.